നമസ്കാരം, വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ സ്പോർട്സ് എന്ന ഭാഗത്ത് നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICCയുടെ മെൻസ് 2020 വേൾഡ് കപ്പ് 2026 കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ഒരു വർഷം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇൻസിഡന്റുകൾ നടക്കുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെ എണ്ണം കൂടുതലാണ്. സോ ഓരോ പരീക്ഷയിലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുകയാണ്. ഏതൊരു കായിക ടൂർണമെന്റ് നടന്നാലും ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് ആ ടൂർണമെന്റിന്റെ എത്രാമത്തെ എഡിഷൻ ആണെന്നാണ്. 2026 നടന്നത് മെൻസ് 2020 വേൾഡ് കപ്പിന്റെ 10ാമത്തെ എഡിഷൻ ആണ്. എത്രാമത്തെ എഡിഷൻ ആണ്? 10ാമത്തെ എഡിഷൻ ആണ് 2026 നടന്നത്. ഈ ടൂർണമെന്റ് അല്ല, നിങ്ങൾ ഏതൊരു സ്പോർട്സ് ഇവന്റ് പഠിച്ചാലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളായിട്ടാണ് ടൂർണമെന്റ് നടന്നത്. വേദി ഇന്ത്യയും ശ്രീലങ്കയുമായിരുന്നു. ഈ 3 പോയിന്റും ക്ലിയർ ആണല്ലോ. 2026 നടന്നത് മെൻസ് 2020 വേൾഡ് കപ്പിന്റെ എത്രാമത്തെ എഡിഷൻ? 10ാമത്തെ എഡിഷൻ. എന്നാണ് നടന്നത്? 2026 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ. വേദി ഇന്ത്യ ശ്രീലങ്ക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മയായിരുന്നു. 2026 മെൻസ് 2020 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു? രോഹിത് ശർമ്മ. പങ്കെടുത്ത ടീമുകൾ 20. ഇതും ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഏതൊരു സ്പോർട്സ് ഇവന്റ് നടന്നാലും ടോട്ടൽ എത്ര ടീം എന്നുള്ളത് ശ്രദ്ധിച്ചോണം. 22 ടീമുകൾ പങ്കെടുത്തു. ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 5 വേദികളും ശ്രീലങ്കയിൽ 3 വേദികളുമായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. അപ്പൊ ഇത്രയുമാണ് അടിസ്ഥാനപരമായ പോയിന്റ്സ്. 2020 വേൾഡ് കപ്പിന്റെ 10ാം എഡിഷൻ 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടന്നു. വേദി ഇന്ത്യ ശ്രീലങ്ക. ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മ. പങ്കെടുത്ത ടീമുകൾ 20. ആകെ മത്സരങ്ങൾ 55. ഇന്ത്യയിലെ 5 വേദികളിലും ശ്രീലങ്കയിലെ 3 വേദികളിലുമായിരുന്നു മത്സരം. ഇനി ഫൈനലിന്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ടൂർണമെന്റിന്റെ ഫൈനലിന്റെ വേദി നമ്മൾ ശ്രദ്ധിക്കണം. ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഫൈനൽ നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയുടെ 3ാം കിരീടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം. മുൻപ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം 2007-ലും 2024-ലും ഇന്ത്യ മുൻപ് കിരീടം നേടി. ഇപ്പൊ 2026-ലും കിരീടം നേടി. ഈ വർഷങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. മുൻപ് ഏഷ്യ കപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ വർഷം ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ 2026-ലേത് ഇന്ത്യയുടെ 3ാമത്തെ 2020 ക്രിക്കറ്റ് കിരീടമാണ്. ഇന്ത്യ കിരീടം നേടിയ വർഷങ്ങൾ 2007, 2024, 2026. ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി. ഫൈനൽ ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ. ഇന്ത്യൻ പരിശീലകൻ ആരാണ്? ഗൗതം ഗംഭീർ. അപ്പോൾ ഫൈനലിന്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഫൈനലിന്റെ വേദി എവിടെയാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യയുടെ 3ാം കിരീടം. മുൻപ് കിരീടം നേടിയ വർഷങ്ങൾ 2007, 2024, 2026. ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി. ഫൈനൽ ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ കിരീടം നേടുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ. ഈ മാർജിനൊക്കെ ശ്രദ്ധിച്ചോണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പലപ്പോഴും എത്ര വിക്കറ്റിന് പരാജയപ്പെടുത്തി, എത്ര റൺസിന് പരാജയപ്പെടുത്തി എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് വളരെ പ്രാധാന്യമുള്ള പോയിന്റ് ആണ്. ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ 3ാം കിരീടമാണ്. 2007-ൽ ഇന്ത്യ ആദ്യമായിട്ട് 2020 ലോകകപ്പ് കിരീടം നേടി. 2024 കിരീടം നേടി. 2026 കിരീടം നേടി. ഈ 2007-ലെ വേൾഡ് കപ്പും 2024-ലെ വേൾഡ് കപ്പും 2026-ലെ വേൾഡ് കപ്പും കണ്ട നല്ല ഓർമ്മയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ടൂർണമെന്റും അതേപോലെ ഇയേഴ്സുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഫൈനൽ ന്യൂസിലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. സാധാരണ ഫൈനലിലും സെമി ഫൈനലിലും ഒക്കെ ന്യൂസിലൻഡിനെ കണ്ടാൽ മുട്ടിടിക്കുമെന്നാണ് പണ്ട് മുതലേ പറയുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് അത് മാറിക്കിട്ടി. ഫൈനലിൽ നമ്മൾ ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറുമായിരുന്നു. ഇത്രയാകുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ പോയിന്റ്സ് എല്ലാമായി. 10ാമത്തെ എഡിഷൻ, വേദി ഇന്ത്യ ശ്രീലങ്ക, ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മ, പങ്കെടുത്ത ടീമുകൾ 20. അത് പ്രാധാന്യമുള്ളതാണ്. പിന്നെ ആകെ 55 മത്സരങ്ങൾ. ഇന്ത്യയിലെ 5 വേദികൾ, ശ്രീലങ്കയിലെ 3 വേദികൾ. പിന്നെ പ്രാധാന്യമുള്ളത് ഫൈനലിന്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയുടെ 3ാം കിരീടം 2007, 2024, 2026. റണ്ണറപ്പ് ന്യൂസിലൻഡ്. ഫൈനൽ 96 റൺസിന് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ ക്യാപ്റ്റൻ
സൂര്യകുമാർ യാദവ്. കിരീടം നേടുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ. ഇനി ഫൈനലിലെ മികച്ച താരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. ഫൈനലിൽ അദ്ദേഹം 4 വിക്കറ്റുകൾ നേടി. ഫൈനലിലെ മികച്ച താരമാരാണ്? ജസ്പ്രീത് ബുംറ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ഫൈനലിലെ മികച്ച താരവും ടൂർണമെന്റിലെ മികച്ച താരവും ഒക്കെ ചോദിക്കാറുണ്ട്. ഫൈനലിൽ ഇന്ത്യ 255 റൺസ് ആണ് നേടിയത്. 255 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 255 റൺസ് നേടിയിരുന്നു. ന്യൂസിലൻഡിനെ അങ്ങനെയാണ് 96 റൺസ് നമ്മൾ പരാജയപ്പെടുത്തുന്നത്. ടൂർണമെന്റിലെ മികച്ച താരം സഞ്ജു സാംസൺ. ഫൈനലിലെ മികച്ച താരം ജസ്പ്രീത് ബുംറ. ടൂർണമെന്റിലെ മികച്ച താരം ആരാണ്? സഞ്ജു സാംസൺ. ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1-2 വർഷം കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇനി ഒരു 2020 വേൾഡ് കപ്പ് 2028 നടക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 24 അവര് 28 വരെ ചോദിക്കും. കാരണം 24 ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലിലെ മികച്ച താരമാരായിരുന്നു? ജസ്പ്രീത് ബുംറ. ടൂർണമെന്റിലെ മികച്ച താരം സഞ്ജു സാംസൺ. ഇനി ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ സഞ്ജു 89 റൺസ് നേടി. ഇത് നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 89 റൺസ് ഉൾപ്പെടെ ടൂർണമെന്റിലാകെ 321 റൺസ് സഞ്ജു സാംസൺ നേടി. ഒരു 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സഞ്ജു സാംസൺ സ്വന്തമാക്കി. വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് മറികടന്നത്. ഒരു 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ആരുടെ പേരിലായി? സഞ്ജു സാംസന്റെ പേരിലായി. ക്ലിയർ ആണല്ലോ? ഫൈനലിലെ മികച്ച താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ. ഫൈനൽ 4 വിക്കറ്റ് നേടി. ഫൈനൽ സ്കോർ 255. 5 വിക്കറ്റിന് നമ്മൾ 255 റൺസ് നേടി. ടൂർണമെന്റിലെ മികച്ച താരം സഞ്ജു സാംസൺ. ഫൈനലിൽ 89 റൺസ് ഉൾപ്പെടെ 321 റൺസ് നേടി. ടൂർണമെന്റിൽ ആകെ സഞ്ജു 321 റൺസ് നേടി. അത് ശ്രദ്ധിച്ചോണം. അതുപോലെ ഒരു 2020 ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡും സഞ്ജു സാംസന്റെ പേരിൽ ആയി. ഇനി ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരം സാഹിബ് സദാ ഫർഹാൻ. പാകിസ്ഥാന്റെ താരമാണ്. അദ്ദേഹം ആകെ 383 റൺസ് നേടി. സഞ്ജു അത്രയും മത്സരങ്ങൾ കളിച്ചിരുന്നില്ല. ആദ്യത്തെ 3-4 മത്സരങ്ങൾ സഞ്ജു കളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണം. ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരമാരാണ്? സാഹിബ് സദാ ഫർഹാൻ. പാകിസ്ഥാന്റെ താരമാണ്. അദ്ദേഹം 383 റൺസ് നേടി. ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയത് ജസ്പ്രീത് ബുംറയും അതേപോലെ ഇന്ത്യയുടെ തന്നെ വരുൺ ചക്രവർത്തിയുമാണ്. രണ്ടുപേരും 14 വിക്കറ്റുകളാണ്. എന്നാൽ എക്കണോമി റേറ്റ് വെച്ച് ജസ്പ്രീത് ബുംറയാണ് ടോപ്പിൽ വരുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ, ഇന്ത്യയുടെ തന്നെ വരുൺ ചക്രവർത്തി. രണ്ടുപേരും 14 വിക്കറ്റുകൾ നേടി. ഇനി 2026 ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ് അഭിഷേക് ശർമ്മ. 18 ബോളിൽ ന്യൂസിലൻഡിന്റെ അഗൻസ്റ്റ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. അഭിഷേക് ശർമ്മ. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു വേൾഡ് കപ്പോട് കൂടി ഇന്ത്യക്ക് ചില റെക്കോർഡുകൾ കിട്ടി. സ്വന്തം മണ്ണിൽ 2020 ലോകകപ്പ് നേടുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇതുവരെ ആതിഥേയർ 2020 ലോകകപ്പ് വിജയിച്ചിട്ടില്ല. അങ്ങനെ സ്വന്തം മണ്ണിൽ 2020 ലോകകപ്പ് നേടുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതേപോലെ തുടർച്ചയായി 2 2020 ലോകകപ്പ് വിജയിച്ച ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. 2024 ഇന്ത്യ ആയിരുന്നു ജേതാക്കൾ. 2026 ഇന്ത്യയാണ് ജേതാക്കൾ. ഇനി ഏറ്റവും കൂടുതൽ തവണ 2020 ലോകകപ്പ് വിജയിച്ച രാജ്യം ഏത് ചോദിച്ചാൽ അതും ഇന്ത്യയാണ്. ആകെ 3 കിരീടങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇന്ത്യക്ക് ലഭിച്ച റെക്കോർഡുകൾ. സ്വന്തം മണ്ണിൽ 2020 ലോകകപ്പ് നേടുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതായത് ആതിഥേയർ ആദ്യമായിട്ടാണ് കിരീടം നേടുന്നത്. തുടർച്ചയായി 2 2020 ലോകകപ്പ് വിജയിച്ച ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഏറ്റവും കൂടുതൽ തവണ 2020 ലോകകപ്പ് നേടിയ രാജ്യമായിട്ടും ഇന്ത്യ മാറി. അപ്പോൾ ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയവരാണ് സാഹിബ് സദാ ഫർഹാൻ, 383 റൺസ്, പാകിസ്ഥാൻ. ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയത് ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. രണ്ടുപേരും 14 വിക്കറ്റുകൾ. 2026 ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മ. 18 ബോളിൽ ന്യൂസിലൻഡിന്റെ അഗൻസ്റ്റായിട്ട് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി. സ്വന്തം മണ്ണിൽ 2020 ലോകകപ്പ് ലഭിച്ച ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. തുടർച്ചയായി 2 2020 ലോകകപ്പിൽ വിജയിച്ച ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഏറ്റവും കൂടുതൽ തവണ 2020 ലോകകപ്പ് നേടിയ രാജ്യമായിട്ടും ഇന്ത്യ മാറി. ആ റെക്കോർഡുകൾ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഏത് ടൂർണമെന്റ് പഠിക്കുമ്പോഴും നമ്മൾ ബേസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ആ ടൂർണമെന്റ് ആരംഭിച്ചത് ഏത് വർഷമാണെന്ന്. ഇവിടെ 2020 ലോകകപ്പ് ആരംഭിച്ചത് 2007 സൗത്ത് ആഫ്രിക്ക ആയിരുന്നു വേദി. ജേതാക്കൾ ഇന്ത്യയാണ്. ആ സൗത്ത് ആഫ്രിക്കയിലെ ടൂർണമെന്റ് ഒക്കെ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയിലുണ്ട്. യുവരാജ് സിംഗ് ഇംഗ്ലണ്ടിന്റെ സ്റ്റുവർട്ട് ബോർഡിനെതിരെ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയതും ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നേടിയതും ശ്രീശാന്ത് ആയിരുന്നു അവസാന ക്യാച്ച് എടുത്തത്. അപ്പോൾ 2020 ലോകകപ്പ് ആരംഭിച്ച വർഷം ഏതാണ്? 2007. വേദി സൗത്ത് ആഫ്രിക്ക, ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യ അന്ന് കിരീടം നേടുമ്പോൾ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു. ഇന്ത്യ കിരീടം നേടുമ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? മഹേന്ദ്ര സിംഗ് ധോണി.
അപ്പൊ 2024 2020 ലോകകപ്പ് നടന്നു. ഇപ്പൊ 26 നടന്നു. ഇനി 28 വെന്യൂ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. അപ്പൊ അപ്കമിങ് 2020 വേൾഡ് കപ്പ് ഏത് വർഷമാണ്? 2028 എവിടെയാണ് വേദി? ഓസ്ട്രേലിയ ന്യൂസിലൻഡ്. ഓസ്ട്രേലിയ ന്യൂസിലൻഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ടൂർണമെന്റുമായി ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. 10ാമത്തെ എഡിഷൻ, വേദി ഇന്ത്യ ശ്രീലങ്ക, ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മ, പങ്കെടുത്ത ടീമുകൾ 20, ആകെ മത്സരങ്ങൾ 55, ഇന്ത്യയിലെ വേദികൾ 5, ശ്രീലങ്കയിലെ വേദി 3. ഫൈനലിലെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയുടെ 3ാം കിരീടം. കിരീടം നേടിയ വർഷങ്ങൾ 2007, 2024, 2026. റണ്ണറപ്പ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ. ഫൈനലിലെ മികച്ച താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ. ഫൈനലിൽ അദ്ദേഹം 4 വിക്കറ്റുകൾ നേടി. അതേപോലെ ഫൈനൽ ഇന്ത്യൻ സ്കോർ 5 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺസ് ആയിരുന്നു. ടൂർണമെന്റിലെ മികച്ച താരം സഞ്ജു സാംസൺ. ഫൈനലിൽ 89 റൺസ് ഉൾപ്പെടെ സഞ്ജു ടൂർണമെന്റിലാകെ 321 റൺസ് നേടി. പിന്നെ ഒരു 2020 ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് വിരാട് കോഹ്ലിയെ മറികടന്ന് ആര് സ്വന്തമാക്കി? സഞ്ജു സാംസൺ സ്വന്തമാക്കി. ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരം സാഹിബ് സദ ഫർഹാൻ. പാകിസ്ഥാന്റെ താരമാണ്. ആകെ അദ്ദേഹം 383 റൺസ് നേടി. ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയുമാണ്. ഇരുവരും 14 വിക്കറ്റുകൾ. എന്നാൽ എക്കണോമി റേറ്റിൽ ജസ്പ്രീത് ബുംറയാണ് ടോപ്പിൽ. 2026 ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മയാണ്. ന്യൂസിലൻഡിനെതിരെ 18 ബോളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി. സ്വന്തം മണ്ണിൽ 2020 ലോകകപ്പ് വിജയിച്ച ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. തുടർച്ചയായ 2 2020 ലോകകപ്പ് വിജയിച്ച ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഏറ്റവും കൂടുതൽ 2020 ലോകകപ്പ് വിജയിച്ച രാജ്യമായിട്ടും ഇന്ത്യ മാറി. 3 കിരീടങ്ങൾ. 2020 ലോകകപ്പ് ആരംഭിച്ചത് 2007. വേദി സൗത്ത് ആഫ്രിക്ക. ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി അന്ന് 2007. അപ്കമിങ് 2020 വേൾഡ് കപ്പ് നടക്കുന്നത് 2028 വേദി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടു മുമ്പ് നടന്നുപോയ ടൂർണമെന്റ് ഇപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതിലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കാം. 2020 വേൾഡ് കപ്പ് 2024 വേദി USA-യും വെസ്റ്റ് ഇൻഡീസുമായിരുന്നു. 9ാമത്തെ എഡിഷൻ ആയിരുന്നു. USA-യും വെസ്റ്റ് ഇൻഡീസുമായിരുന്നു വേദി. ജേതാക്കൾ ഇന്ത്യ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. അന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. എല്ലാവരുടെ ഓർമ്മയിൽ കാണും, സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈൻ എടുത്ത ഒരു ക്യാച്ചാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ 2024 മെൻസ് 2020 വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു? USA വെസ്റ്റ് ഇൻഡീസ്. ജേതാക്കൾ ഇന്ത്യ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഫൈനലിലെ മികച്ച താരം വിരാട് കോഹ്ലി. ടൂർണമെന്റിലെ മികച്ച താരം ജസ്പ്രീത് ബുംറ. ശ്രദ്ധിച്ചോണം, 2024 ഇന്ത്യ കിരീടം നേടുമ്പോൾ ടൂർണമെന്റിലെ മികച്ച താരം ജസ്പ്രീത് ബുംറയായിരുന്നു. 2026 ഇന്ത്യ കിരീടം നേടുമ്പോൾ ഫൈനലിലെ മികച്ച താരം ജസ്പ്രീത് ബുംറയായിരുന്നു. ഇനി ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത് റഹ്മാനുള്ള ഗുർബാസ്. അഫ്ഗാനിസ്ഥാന്റെ റഹ്മാനുള്ള ഗുർബാസ് ആയിരുന്നു. 281 റൺസ് അദ്ദേഹം നേടിയിരുന്നു. ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയത് ഫസൽ ഫറൂഖിയും അർഷ്ദീപ് സിംഗുമാണ്. രണ്ടുപേരും 17 വിക്കറ്റുകൾ നേടി. എക്കണോമി റേറ്റിൽ ഫസൽ ഫറൂഖി ആയിരുന്നു ടോപ്പിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അഡീഷണൽ ആയിട്ട് പഠിച്ചോണം, കാരണം ഇപ്പോഴും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2020 ലോകകപ്പ് 2024 വേദി USA വെസ്റ്റ് ഇൻഡീസ്. ജേതാക്കൾ ഇന്ത്യ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഫൈനലിലെ മികച്ച താരം വിരാട് കോഹ്ലി. ടൂർണമെന്റിലെ മികച്ച താരം ജസ്പ്രീത് ബുംറ. ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത് റഹ്മാനുള്ള ഗുർബാസ്. ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയത് ഫസൽ ഫറൂഖി അർഷ്ദീപ് സിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും പോയിന്റ്സ് കൂടി ഇതിന്റെ കൂടെ പഠിക്കുക. തീർച്ചയായിട്ടും സ്പോർട്സിൽ നിന്നും ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.